കാലടി ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷി കുട്ടികളുടെ രക്ഷിതാക്കൾക്കായി നിയമസഹായ സൗജന്യ ബോധവൽക്കരണ ക്ലാസ് നടത്തി. മഞ്ചേരി ലീഗൽ സർവീസ് അതോറിറ്റിയും പൊന്നാനി ലീഗൽ സർവീസ് സൊസൈറ്റിയും ചേർന്നാണ് കാലടി ഗ്രാമപഞ്ചായത്തിലെ ഭിന്നശേഷി കുട്ടികളുടെ രക്ഷിതാക്കൾക്കായി നിയമസഹായ സൗജന്യ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. ചടങ്ങ് കാലടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KG ബാബു ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായിട്ടും നമ്മുടെ കാലടി പഞ്ചായത്ത് ഭരണസമിതി ഏറ്റെടുത്ത ശേഷം നമ്മൾ ഏറ്റവും കൂടുതൽ ഭിന്നശേഷി കുട്ടികൾക്കും അവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബഡ്സ് സ്കൂൾ വന്നു, അപ്പോൾ അവർക്ക് അതിന് ശേഷം പിന്നെ കുട്ടികൾ വന്നു, അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ ചെയ്തു. ഇപ്പോൾ നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് രക്ഷിതാക്കൾക്ക് ഒരു ക്ലാസ് സൗജന്യ നിയമസഹായം, അതേപോലെ തന്നെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ട് നമ്മുടെ അഡ്വക്കേറ്റ് രഹാനസ് വന്നിട്ടുണ്ട്. മറ്റുള്ള എല്ലാവരും ഒറ്റക്കെട്ടായി നമ്മൾ ഭരണസമിതി. വൈസ് പ്രസിഡന്റ് ബൽക്കിസ് കൊറണപ്പറ്റ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK ആനന്ദൻ, മുൻ പ്രസിഡന്റ് അസ്ലം K തിരുത്തി, മെമ്പർമാരായ MK അബ്ദുൽ ഗഫൂർ, രജിത, സലീന, ഹെൽത്ത് ഇൻസ്പെക്ടർ രാജീവ് എന്നിവർ സംസാരിച്ചു. അഡ്വക്കേറ്റ് രഹനസ് പെരിന്തൽമണ്ണ ക്ലാസിന് നേതൃത്വം നൽകി. ഒന്നുമില്ലാത്തൊരു പഞ്ചായത്താണ്. അങ്ങനെ പോട്ടെ, മദ്യപാനം എന്നൊക്കെ പറയുമ്പോൾ ചില ഭാര്യമാരുടെ സമ്മതത്തോടുകൂടെ മദ്യപിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. അതെനിക്ക് അറിയില്ല എന്ത് തരത്തിലുള്ള സമ്മതമാണ് എന്നുള്ളത്. അപ്പൊ ഗാർഹിക പീഡനം എപ്പോഴും നമ്മൾ കേൾക്കുന്നത് സ്ത്രീധനത്തിന്റെ പേരിലുള്ള ഉപദ്രവങ്ങളാണല്ലേ. മദ്യപിച്ച് വന്നിട്ട് സ്ത്രീധനം ആവശ്യപ്പെടുക, അല്ലെങ്കിൽ ഇപ്പൊ കല്യാണം കഴിഞ്ഞ ചിലപ്പോൾ 40-50 വയസ്സൊക്കെ ആയിട്ടുണ്ടാവും. പക്ഷെ എന്നാൽ ഇപ്പോഴായിരിക്കും സ്ത്രീധനത്തിന്റെ ഒരു ബോധമൊക്കെ വരിക, അല്ലെങ്കിൽ ഇപ്പൊ മറ്റെന്തെങ്കിലും കാര്യത്തിന് വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. NCV ന്യൂസ് എടപ്പാൾ.